ഹലോ വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ജസ്റ്റ് നമ്മുടെ 7ാമത്തെ പാഠം, എന്താണ് പാഠത്തിൻ്റെ പേര്? എക്സ്റ്റെൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ? അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എന്നാലും തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യണം? ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ പാർട്ട് കാണാനായിട്ട്, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് വേഗം ഒന്നുകൂടെ കാണണമെങ്കിൽ കാണുക, റിവൈസ് ഒക്കെ ചെയ്തിട്ട് വേണം ക്ലാസ് കാണാൻ. ഓക്കെ, നമ്മൾ ഏതാണ് ഇനി പറയാനുള്ളത്? ഇലക്ഷൻ കമ്മീഷൻ അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് മുതലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്നറിയോ നിങ്ങൾക്ക്? ഓക്കെ, നമുക്ക് പഠിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പഠിക്കുന്നതിന് മുൻപ് എന്താണ് ഇലക്ഷൻ എന്ന് ആദ്യം നമുക്ക് മനസ്സിലാവണം. ഇവിടെ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? എന്താണ് ഇലക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഇലക്ഷൻസ് പ്ലേ എ പിവറ്റൽ റോൾ ഇൻ ഡെമോക്രാറ്റിക് ഗവേണൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തൊക്കെ എന്താണ്? ഡെമോക്രസി ആണല്ലേ, ജനാധിപത്യ ഭരണമാണ്. എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു നേതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കും. എന്ത് വഴി? ഇലക്ഷൻ വഴി. അപ്പോൾ ഒരു ജനാധിപത്യ ഭരണത്തിന് എന്താവശ്യമാണ്? ഇലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇവിടെ 1ാമത്തെ സെൻറ്റൻസിൽ പറയുന്നത്. പഠിക്കേണ്ട ആവശ്യം കൂടി ഇല്ല അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്ത്? ഇലക്ഷൻസിന് ഇമ്പോർട്ടൻ്റ് റോളാണുള്ളത്. എന്തിന്? ഡെമോക്രാറ്റിക് ഗവേണൻസിന്. ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. ഇപ്പോൾ തന്നെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. എന്താണ് സെൻറ്റൻസ്? ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഇലക്ഷൻസ് പ്ലേ എ പിവറ്റൽ റോൾ. പിവറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ അർത്ഥം. റോൾ ഇൻ ഡെമോക്രാറ്റിക് ഗവേണൻസ്. ഇനി ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവേണൻസ് എന്താണ് സംഭവിക്കുക? ഇങ്ങനെ ഇലക്ഷൻ നടക്കുന്നത് ജനങ്ങളെല്ലാവരും കൂടി ഇലക്ഷന് നിൽക്കുമോ? ഇല്ല. ആ ഒരു ഭാഗം ജനങ്ങളിൽ നിന്ന് ഒരാളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് ഇലക്ഷന് നിൽക്കും അല്ലേ? അതേപോലെ ആ ഭരണകർത്താക്കളും അവരാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ഷൻ വഴി അവർക്ക് പവർ കിട്ടും അല്ലേ? ഭരിക്കാനുള്ള ആ ഒരു പവർ കിട്ടുന്നത് ഈ പറഞ്ഞ ഇലക്ഷൻസ് വഴിയാണ്. അതാണ് 2ാമത്തെ പോയിന്റ്. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ 2 പോയിന്റ് പഠിച്ചു. 1ാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണ്? ഇലക്ഷൻസിന് ഈ പറഞ്ഞ ഡെമോക്രാറ്റിക് ഗവേണൻസ്, ജനാധിപത്യ ഭരണത്തിന് പിവറ്റൽ റോളാണുള്ളത്. പഠിച്ചു ഇല്ലേ? ഇനി എന്താണ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവേണൻസിൽ സംഭവിക്കുന്നത് എന്ന് പറയാം. എന്താ സംഭവിക്കുക? ജനങ്ങളുടെ ഇടയിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ആള് എന്താ പറയുക? റെപ്രസെൻറ്റേറ്റീവ്. അപ്പം ഇനി ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവേണൻസ് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്. അതേപോലെ നമുക്ക് അവരെന്തും പറയാം? റൂളേഴ്സ് എന്ന് പറയാം അല്ലെ? ഭരണകർത്താക്കൾ അല്ലേ? റൂളേഴ്സ്. ആൻഡ് റൂളേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് പവർ കിട്ടും. കം ടു പവർ ത്രൂ ഏത് വഴി? ഇലക്ഷൻസ്. അപ്പോൾ 2 സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ? Therefore, it is essential to have an independent and authentic system to guarantee just and impartial elections. എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ ഇലക്ഷൻ എന്താന്ന് പറഞ്ഞു, അതിന് വേണ്ടിയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് വേണമെന്നെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഈ ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് എന്ത് വേണം? നമുക്കൊരു സംവിധാനം വേണം അല്ലേ? എങ്ങനത്തെ സംവിധാനമായിരിക്കണം? അത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാത്ത, യാതൊരു ഗവൺമെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യാത്ത, അതിനെന്ത് പറയും? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഒതൻറ്റിക്, എന്താ പറയുക? സത്യസന്ധമായിട്ടുള്ള എന്ത് വേണം? നമുക്ക് സംവിധാനങ്ങൾ വേണം. എന്തിനു വേണ്ടിയിട്ട്? ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാത്ത ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഇൻഡിപെൻഡൻറ്റും ഒതൻറ്റിക്കുമായിട്ടുള്ള സിസ്റ്റം, സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമാണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമാണ് അല്ലേ? യെസ്. ഇൻ ഇന്ത്യ ദി ഇലക്ഷൻ കമ്മീഷൻ, എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദിസ് വിറ്റൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്തത്തിനായിട്ട് ഇന്ത്യയിൽ ഉള്ള ഒരു സംവിധാനമാണ് എന്ത്? ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല.
അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് അറിയാലോ നിങ്ങൾക്ക്. യെസ്, അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിൽ ഇലക്ഷൻസ് നടത്തുന്നത്. ക്ലിയർ ആണോ? ഈ ഒരു പാരഗ്രാഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പം അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം പറയണോ? വേണ്ടല്ലോ. ഓക്കെ. ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 25 ജാനുവരി 1950 ബേസ്ഡ് ഓൺ ആർട്ടിക്കിൾ 324 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി എന്നാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. എന്നാണ് വന്നത്? ഡേറ്റ് ഒക്കെ നിങ്ങൾ ആലോചിച്ച് വെക്കണം, മറക്കരുത്. ജനുവരി 25, 1950. എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ പറഞ്ഞു ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണല്ലേ. അപ്പോൾ എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ, ആർട്ടിക്കിൾ 324, അങ്ങനെ കുറേ ആർട്ടിക്കിൾ നമ്പറൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് എന്ത് നിലവിൽ വന്നിട്ടുള്ളത്? ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ. ഏത് ദിവസമാണ്? ജാനുവരി 25, 1950. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ദി പ്രസൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ്. ഈ ഇലക്ഷൻ കമ്മീഷനിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നാണ് ഇനി പറയുന്നത് കേട്ടോ. ഓക്കെ, ആരൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, അതേപോലെ തന്നെ വേറെ 2 കമ്മീഷണേഴ്സും ഉണ്ട്. ആരൊക്കെയാണുള്ളത്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതേപോലെ തന്നെ 2 വേറെ കമ്മീഷണേഴ്സും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇവരെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനിലോട്ട്? നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ഓക്കെ. ദ ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻ ഈസ് 6 years ഓർ അപ് ടു ദി ഏജ് ഓഫ് 65 എന്ന് പറഞ്ഞാൽ ഇവർ എത്ര കാലം വർക്ക് ചെയ്യണം എന്നൊക്കെ പറയില്ലേ നമ്മൾ. 6 വർഷക്കാലമാണ് ഇവർ കരാറൊക്കെ വെക്കുക, അല്ലെങ്കിൽ ഇവർക്ക് 65 വയസ്സ് ആവുന്നത് വരെ. ക്ലിയർ ആണോ? ഓക്കെ. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് പൊസിഷൻ ഓൺലി ത്രൂ ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിച്ചെന്നാൽ എന്തെങ്കിലും ഒരു കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. അതിന് വ്യക്തമായിട്ടുള്ള കാരണവും ആളോട് ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്യില്ല, വിചാരണയൊക്കെ നടത്തിയതിന് ശേഷമാണ്. അതാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ആ കുറ്റ വിചാരണയൊക്കെ നടത്തി കുറ്റം കറക്റ്റാണോ എന്ന് നോക്കി അന്വേഷിച്ചിട്ടാണ് നമുക്ക് ആരെ ഒഴിവാക്കാൻ പറ്റുള്ളൂ? ഈ പറഞ്ഞിട്ടുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ. ഓക്കെ. The activities of the Election Commission in different states and the Union Territories are coordinated by the Chief Electoral Officers. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ പല ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഇലക്ഷൻസ് നടക്കും. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വേറെയും കുറച്ച് ചീഫ് ഇലക്ടോറൽ ഓഫീസേഴ്സ് ഉണ്ട്. അവരാണ് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? നല്ല ഭംഗിയായി കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞു. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത് എന്നാണ് നിലവിൽ വന്നത്? ഏത് ആർട്ടിക്കിളാണ് നമ്മൾ പറഞ്ഞേ? 324 അല്ലേ? യെസ്. ഇനി ആരൊക്കെ അതിലുണ്ട്? ആരാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? എത്ര കാലം അവർ വർക്ക് ചെയ്യും? പിന്നെ നമ്മളെന്താ പറഞ്ഞത്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പെട്ടെന്നൊന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, ആ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് ചീഫ് ഇലക്ടോറൽ ഓഫീസേഴ്സ് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട്. പഠിച്ചോ? ഇലക്ഷൻ കമ്മീഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് ജനങ്ങളുള്ള ഒരു രാജ്യമാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഇലക്ഷൻ നടത്തണമെങ്കിൽ അത്രയും നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത്രയും ജനങ്ങളെ വോട്ട് ചെയ്യുക, ഇലക്ഷൻ നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയിട്ടുള്ള ഒരു മെഷീനാണ് ഇതൊരു. നല്ല എന്താ പറയുക, സുഖമായിട്ട് ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എന്തുണ്ട്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇലക്ഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഓക്കെ, നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, പക്ഷെ നിങ്ങളത് വായിച്ച് നോക്കണേ.
ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഫോംഡ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രസി, ദി ഇലക്ഷൻ കമ്മീഷൻ പെർഫോംസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ. അപ്പോൾ ഇനി നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന നിലയ്ക്ക് എന്താണ് ഇലക്ഷൻ കമ്മീഷനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത പേജിൽ പഠിക്കും. Okay, it is clear from the conversation that in our country, the Election Commission prepares voters list and issues voter identification cards. അപ്പോൾ നമുക്ക് ഈ ഒരു കോൺവേഴ്സേഷൻ വായിച്ചു നോക്കാം, എന്നാലേ നമുക്കിനി ഇത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, ക്യാൻ ഐ വോട്ട് ഇൻ ദി പാർലമെൻറ്റ് ഇലക്ഷൻ? എനിക്ക് ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷന് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഈ കുട്ടി. അപ്പോൾ എന്താണ് അച്ഛൻ പറയുന്നത്? നോ, യു ഷുഡ് ബി മിനിമം 18 years old ടു ഗെറ്റ് എൻറോൾഡ് ഇൻ ദി വോട്ടേഴ്സ് ലിസ്റ്റ്. വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് വരണമെങ്കിൽ എത്ര വയസ്സാവണം? മിനിമം ഒരു 18 വയസ്സാവണം എന്ന് അച്ഛൻ പറയാണ്. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഇറ്റ് ഈസ് ദി ഇലക്ഷൻ കമ്മീഷൻ ദാറ്റ് പ്രിപ്പയേഴ്സ് ദി വോട്ടേഴ്സ് ലിസ്റ്റ് ആൻഡ് ഇഷ്യൂസ് ഐഡൻറ്റിറ്റി കാർഡ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ആരാണ് വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷനാണ് വോട്ടേഴ്സ് ലിസ്റ്റും. വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ലിസ്റ്റ് ഇറക്കും. അതും അതേപോലെ തന്നെ അതിനൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട്. അതെല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദി കോൺവെർസേഷൻ ദാറ്റ് ഇൻ അവർ കൺട്രി ദി ഇലക്ഷൻ കമ്മീഷൻ പ്രിപ്പയേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റ് ആൻഡ് ഇഷ്യൂസ് വോട്ടർ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്സ്. അപ്പം നിങ്ങൾക്ക് ആ കോൺവെർസേഷൻ മനസ്സിലായില്ലേ? എന്താണ്, നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷനാണ് വോട്ടേഴ്സ് ലിസ്റ്റും അതേപോലെ തന്നെ വോട്ടറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് ഇവിടെ. യെസ്, നമുക്ക് മനസ്സിലായി അല്ലേ. ലെറ്റ്സ് എക്സാമിൻ വാട്ട് അതർ ഫങ്ഷൻ ദി ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ടു പ്രിപ്പയർ. ഇപ്പം നമ്മൾ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു, അതേപോലെ തന്നെ വോട്ടറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡുകൾ പബ്ലിഷ് ചെയ്യുന്നു. അത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന ഒരു ഫങ്ഷനാണ്. അതേപോലെ തന്നെ വേറെയും കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻസിൻ്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ. എത്ര ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് എണ്ണി നോക്കിക്കേ. നമുക്കൊരു 7 ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 7 എണ്ണവും പഠിക്കണം. ഓക്കെ, പഠിക്കാം. ഒന്നാമത്തെ ഫങ്ഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്താണ്? വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? യെസ്, അത് തന്നെയാണ് ഇവിടെ ഒന്നാമത്തെ കൊടുത്തിരിക്കുന്ന പോയിന്റ്. പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടോറൽ റോൾ. ഈ വോട്ടേഴ്സ് ലിസ്റ്റിനെ പറയുന്ന വേറൊരു പേര് തന്നെയാണ് എന്ത്? ഇലക്ടോറൽ റോൾ. ആൻഡ് ഇഷ്യൂറൻസ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ, ഐഡൻറ്റിറ്റി കാർഡും ഓരോരുത്തർക്കും കൊടുക്കൂലേ, അത് എല്ലാവരിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ ഇലക്ടോറൽ റോൾ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻ. അതെല്ലാം പ്രിപ്പയർ ചെയ്യാം. ക്ലിയർ ആണോ? ഒന്നാമത്തെ ഫങ്ഷൻ എന്താണ്? ഒന്നാമത്തെ ഫങ്ഷൻ എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടോറൽ റോൾ അഥവാ വോട്ടേഴ്സ് ലിസ്റ്റ് ആൻഡ് ഇഷ്യൂറൻസ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡ്. ഇഷ്യൂറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഫങ്ഷൻ പഠിക്കാം. കാണുമ്പോൾ ഇച്ചിരി വലിയതായിട്ട് തോന്നും, സംഭവം സിമ്പിളാണ്. ആദ്യം നിങ്ങൾ 3 വാക്ക് പഠിക്കണം. സൂപ്പർവൈസ്, അഡ്മിനിസ്റ്റർ, കൺട്രോൾ. ഈ 3 ഏറെക്കുറെ ഒരേ അർത്ഥമല്ലേ വരുന്നത്? എന്താണ്? സൂപ്പർവൈസ് ചെയ്യുക, അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതിന് മേൽനോട്ടം വഹിക്കുക അല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. കൺട്രോൾ ചെയ്യുക, എന്ത് കൺട്രോൾ ചെയ്യുക? ഇലക്ഷൻസ് നടത്തുക, ഇലക്ഷൻസിനെ മേൽനോട്ടം വഹിക്കുക. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ് അല്ല, ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എവിടേക്കൊക്കെയുള്ള ഇലക്ഷൻസ് ആണ് എന്നാണ് അടുത്തത് പറയുന്നത്. എവിടേക്കുള്ള ഇലക്ഷൻസ് ആണ്? സൂപ്പർവൈസ്, അഡ്മിനിസ്റ്റർ ആൻഡ് കൺട്രോൾ ദി ഇലക്ഷൻസ് ടു ദി ഓഫീസസ് ഓഫ്. ഏതൊക്കെ ഓഫീസുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പ്രസിഡൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, അതേപോലെ വൈസ് പ്രസിഡൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, ലോക്സഭ രാജ്യസഭയിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻസ്, അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വേണ്ടിയിട്ടുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഒക്കെ ആരാണെന്നാണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്.
ഇത്രയുള്ള സെക്കൻഡ് പോയിന്റ് സിമ്പിളാണ് അല്ലേ? ജസ്റ്റ് ആ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളാണ്. അപ്പോൾ 2 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ഫങ്ഷൻ ഏതാണ്? ഇലക്ടോറൽ റോള് പ്രിപ്പയർ ചെയ്യുന്നു, ദ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടോറൽ റോൾ. ആൻഡ് എന്ത് ഇഷ്യൂ ചെയ്യുന്നു, എന്ത് പബ്ലിഷ് ചെയ്യുന്നു? നിങ്ങൾ പബ്ലിഷ് എന്ന് എഴുതിയാലും മതി കേട്ടോ. ആൻഡ് പബ്ലിഷ് ദി ഐഡൻറ്റിറ്റി കാർഡ്. ഒന്നാമത്തെ ഫങ്ഷൻ കഴിഞ്ഞില്ലേ? രണ്ടാമത്തെയാണ് സൂപ്പർവൈസ്, അഡ്മിനിസ്റ്റർ ആൻഡ് കൺട്രോൾ ദി ഇലക്ഷൻസ് ഓഫ് ദി ഓഫീസേഴ്സ് ഓഫ് ഏതൊക്കെ ഓഫീസിലേക്കുള്ളതാണ്? പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇവിടേക്കൊക്കെയുള്ള മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇലക്ഷൻസിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ക്ലിയർ? അടുത്തത് നോക്കാം. മൂന്നാമത്തെ ഫങ്ഷൻ പറയാണ് പ്രൊമൾഗേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി കോഡ്സ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ പ്രൊമൾഗേഷൻ എന്ന് വെച്ചാലേ വിളംബരം ചെയ്യുക കേട്ടോ. അതവിടെ എഴുതി വെച്ചോ, വിളംബരം ചെയ്യുക. എൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് നടപ്പാക്കുക. എന്ത് നടപ്പാക്കുക? കോഡ്സ് ഓഫ് കണ്ടക്റ്റ് എന്ന് വെച്ചാൽ അവർ എന്തൊക്കെ ചെയ്യണം, അവരുടെ പെരുമാറ്റ ചട്ടങ്ങൾ എന്നാണ് അതിന് പറയാം. അപ്പോൾ എന്തൊക്കെ അവർക്ക് കുറേ റൂളൊക്കെ ഉണ്ടാവില്ലേ, അത് വിളംബരം ചെയ്യുകയും എന്ന് വെച്ചാൽ അത് നിലവിൽ കൊണ്ടുവരികയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും വേണം. അതാണ് മൂന്നാമത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ്. ക്ലിയർ? ആരൊക്കെ? നമ്മൾ ഇലക്ട് ചെയ്ത മെമ്പേഴ്സ് ഇല്ലേ, ആ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് പെരുമാറ്റ ചട്ടങ്ങൾ, കോഡ്സ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. ആരാണത് ഉണ്ടാക്കുന്നത്? ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻസ് തന്നെയാണ്. അത് നടപ്പിലാക്കുന്നതും അതാണ് പ്രൊമുൾഗേഷൻ എന്ന് വെച്ചാൽ അത് വിളംബരം ചെയ്യുക. എൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ അത് നടപ്പിലാക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ആരെന്നെയാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ? വലിയ വാക്കൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട. എന്താണ് അതിൻ്റെ മീനിങ് ഒക്കെ മുകളിൽ എഴുതി 2-3 വട്ടം വായിച്ചാൽ സെറ്റാവും. ഓക്കെ. നാലാമത്തെ എന്താണ്? നാലാമത്തെ ഫങ്ഷൻ സിമ്പിളാണേ. എന്താണ് നാലാമത്തെ ഫങ്ഷൻ പറയുന്നത്? റെക്കഗ്നിഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് സിംബൽസ് ടു ദം. അപ്പോൾ ഓരോ പാർട്ടികൾക്കും അവരെ അംഗീകരിക്കണം ആദ്യം അല്ലേ? അവരെ മനസ്സിലാക്കി അവരെ അംഗീകരിച്ച് അവർക്ക് എന്ത് ചെയ്യുക? സിംബലുകൾ, ഓരോ പാർട്ടികൾക്കും ഓരോ സിംബലില്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ പാർട്ടികൾക്കും ഓരോ സിംബലുകളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഇഷ്യൂ ചെയ്യുക, അലോട്ട് ചെയ്യുക, അതൊക്കെ ആരാ ചെയ്യുക? ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യുന്നത്. സിമ്പിളാണല്ലോ. റെക്കഗ്നീഷൻ എന്ന് വെച്ചാൽ അംഗീകരിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെ അർത്ഥം വരും കേട്ടോ. അപ്പോൾ അതും മനസ്സിലായി നമുക്ക്. ഇപ്പോൾ 4 പോയിന്റ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? എന്ത് പ്രിപ്പയർ ചെയ്യുക? പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടോറൽ റോൾ ആൻഡ് ഇഷ്യൂറൻസ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡ്. തെറ്റിക്കരുത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സൂപ്പർവൈസ്, അഡ്മിനിസ്റ്റർ ആൻഡ് കൺട്രോൾ. വാട്ട്? എന്ത് കൺട്രോൾ ചെയ്യുന്നു? ദി ഇലക്ഷൻസ്. എവിടേക്കൊക്കെയുള്ള ഇലക്ഷൻസ്? ടു ദി ഓഫീസേഴ്സ് ഓഫ് പ്രസിഡന്റ് ആൻഡ് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ രണ്ടാമത്തെ പോയിന്റും സെറ്റായി. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രൊമൾഗേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി കോഡ്സ് ഓഫ് കണ്ടക്റ്റ് അല്ലേ? എന്താണ് കോഡ്സ് ഓഫ് കണ്ടക്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് ഇലക്ട് ആക്കുന്ന ആൾക്കാർക്കോ ഒക്കെ വേണ്ടിയിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ കൊണ്ടുവരിക, നടപ്പിലാക്കുക എന്നതൊക്കെയാണ് അടുത്തൊരു ഫങ്ഷൻ. നാലാമത്തെ ഫങ്ഷൻ എന്താണ്? റെക്കഗ്നീഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലേ? പൊളിറ്റിക്കൽ പാർട്ടികളുടെ എന്ത് ചെയ്യുക? അംഗീകരിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അലോട്ട്, എന്ത് അലോട്ട് ചെയ്യുക? സിംബലുകൾ അലോട്ട് ചെയ്യുക എന്നതാണ് അടുത്ത ഫങ്ഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പോൾ 4 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ 4 ഫങ്ഷൻസ് പഠിച്ചു അല്ലേ? ഇനി 3 കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് കഴിഞ്ഞു. ഓക്കെ. അപ്പം നമുക്ക് 5ാമത്തെ പഠിക്കാം. 5ാമത്തെ സിമ്പിളാണ്. എന്താണ്? അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ്, കാര്യങ്ങൾ പുറത്ത് ഇഷ്യൂ ചെയ്യുക. അതേപോലെ തന്നെ നോമിനേഷൻസ് വരും അല്ലേ? ഓരോ പാർട്ടികൾക്കും ഇന്നാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻസ് വരും. അത് കൈപ്പറ്റുക, അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അതാണ് സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. മുകളിൽ എഴുതി വെക്കണം, നിങ്ങൾ മറക്കും. അപ്പോൾ എന്ത് ചെയ്യുക? സ്ക്രൂട്ടനൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. എന്നിട്ട് ആ നോട്ടിഫിക്കേഷനൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക. എന്താണ്? വരുന്ന നോട്ടിഫിക്കേഷൻസ് നോമിനേഷൻസ്
ഇത്ര ആൾക്കാർ മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ലേ, ആ നോമിനേഷൻസ് സ്വീകരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സൂക്ഷ്മമായി നിരീക്ഷിക്കുക, എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷനാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ആൻഡ് പബ്ലിഷ് ദി ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. എന്നിട്ട് ആരൊക്കെയാണ് മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. അഞ്ചാമത്തെ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസും ആര് ഇഷ്യൂ ചെയ്യും? ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്യും. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് നോമിനേഷൻസ് വരും അല്ലേ? കുറച്ച് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ അയക്കും, അതെല്ലാം കിട്ടും, സൂക്ഷ്മമായി നിരീക്ഷിക്കും, അത് എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ആക്കി തള്ളിക്കളയാം. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അത് ആക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് ആ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇതാണ് അഞ്ചാമത്തെ ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? സ്ക്രൂട്ടനൈസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? സൂക്ഷ്മമായി പരിശോധിക്കുക കേട്ടോ. ഓക്കെ, ഇനി ആറാമത്തെ ഫംഗ്ഷൻ സിമ്പിളാണ്. എന്ത് ചെയ്യുക? ഷെഡ്യൂൾ ദ ഡേറ്റ്സ് ഓഫ് പോൾ ആൻഡ് ഇറ്റ്സ് കൗണ്ടിങ്, ഡിക്ലെയർ റിസൾട്ട്സ് ആൻഡ് റിസോൾവ് ഡിസ്പ്യൂട്ട്സ്. ഇനി ഇലക്ഷൻ്റെ ഡേറ്റും അതേപോലെ തന്നെ എന്നാണ് ഇലക്ഷൻ നടക്കുന്നത്, അത് കൗണ്ട് ചെയ്യേണ്ട ദിവസം, ഇതെല്ലാം തന്നെ ഓരോ ദിവസം സെറ്റ് ചെയ്യണ്ടേ? ആ സെറ്റ് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി റിസൾട്ട് വരണം, ആ റിസൾട്ട് പറയുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും തർക്കങ്ങൾ, ഡിസ്പ്യൂട്ട്സ് എന്ന് വെച്ച് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? പരിഹരിക്കണം. റിസോൾവ് ഡിസ്പ്യൂട്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കണം. അതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷനാണ്. ഷെഡ്യൂൾ ദ ഡേറ്റ്സ് എന്ന് വെച്ചാൽ ഡേറ്റുകൾ ക്രമീകരിക്കുക കേട്ടോ. അപ്പം അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് സിമ്പിളായിട്ടൊരു പോയിന്റ് ആയിരുന്നു അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിമ്പിളാണ്. എന്താണ്? ഓഡിറ്റ് ഇലക്ഷൻ എക്സ്പെൻസസ്. ഇലക്ഷൻ എക്സ്പെൻസുകൾ അല്ലേ, ചിലവുകൾ ഉണ്ടാവും അല്ലേ, അതെല്ലാം ഓഡിറ്റൊക്കെ നടത്തി ക്രമീകരിക്കുക. എന്നിട്ട് അതിന് ഫലമായിട്ട് എന്തെങ്കിലും ആക്ഷൻ, എന്തെങ്കിലും നടപടികൾ എടുക്കണമെങ്കിൽ അതെല്ലാം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് കൊണ്ടുവരിക എന്നതാണ് അടുത്ത ഫംഗ്ഷൻ. ക്ലിയർ? അവസാനം ചെലവിനെ പറ്റി പറയാം. ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് അല്ലേ, അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുന്നവരാണ് ഇലക്ഷൻ കമ്മീഷൻസ് ആണ്. അതാണ് ലാസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു 7 ഫംഗ്ഷൻ നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടോറൽ റോൾ ആൻഡ് ഇഷ്യൂറൻസ് ഓഫ് ഐഡന്റിറ്റി കാർഡ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? സൂപ്പർവൈസ്, അഡ്മിനിസ്റ്റർ ആൻഡ് കൺട്രോൾ ദി ഇലക്ഷൻസ് ടു ദി ഓഫീസസ് ഓഫ്. ബാക്കി നിങ്ങൾ പറയില്ലേ? ഓക്കെ. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? പ്രൊമൾഗേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് അല്ലേ? എന്ത് എൻഫോഴ്സ്മെൻറ്റ്? ഓഫ് ദി കോഡ്സ് ഓഫ് കണ്ടക്ട്. അതൊന്നുകൂടെ ക്ലിയർ ആവാനുണ്ടോ? ആ വാക്കുകളുടെ അർത്ഥം നിങ്ങൾ എഴുതി വെക്കണം. ആദ്യത്തെ വാക്കിൻ്റെ അർത്ഥം വിളംബരം ചെയ്യുക, കൊണ്ടുവരിക. ഓക്കെ. എൻഫോഴ്സ്മെൻറ്റ് വെച്ച് നടപ്പിലാക്കുക. ഓരോ കാൻഡിഡേറ്റ്സിനും മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കോഡ്സ് ഓഫ് കണ്ടക്ട് എന്ന് പറയും. പെരുമാറ്റച്ചട്ടങ്ങൾ. തോന്നിയ പോലെ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് റൂൾസ് ഒക്കെ കൊടുക്കും. അതെല്ലാം കൊണ്ടുവരുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ക്ലിയർ? അതാണ് നമ്മൾ പഠിച്ച മൂന്നാമത്തെ ഫംഗ്ഷൻ. ഇനി നാലാമത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? പൊളിറ്റിക്കൽ പാർട്ടികളെ മനസ്സിലാക്കി അവർക്ക് ഓരോ സിമ്പലുകൾ ഉണ്ട് അല്ലേ, അതെല്ലാം അലോട്ട്മെൻറ്റ് ചെയ്യുക. അതാണ് അടുത്ത ഫംഗ്ഷൻ. അഞ്ചാമത്തെ ഫംഗ്ഷൻ എന്തെങ്കിലും ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻസ് കൊണ്ടുവരിക, ഇഷ്യൂ ചെയ്യുക. നോമിനേഷൻസ്, ഇന്ന കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നുണ്ട്, ആ നോമിനേഷൻസ് റിസീവ് ചെയ്യുക, സ്ക്രൂട്ടനൈസ് ചെയ്യുക, സൂക്ഷ്മമായി പരിശോധിക്കുക, എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഇനി ആറാമത്തെ ഫംഗ്ഷൻ എന്താണ്? പോള് എന്ന് വെച്ചാൽ ഇലക്ഷൻ്റെ ഡേറ്റും കൗണ്ടിങ്ങിൻ്റെ ഡേറ്റും ഇതെല്ലാം ഡേറ്റ്സ് എല്ലാം ക്രമീകരിക്കുക, റിസൾട്ട് ഡിക്ലെയർ ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. അതേപോലെ തന്നെ തർക്കങ്ങൾ, ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യുക, പരിഹരിക്കുക. ഇനി ഇലക്ഷൻ എക്സ്പെൻസുകൾ ഓഡിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് കാര്യങ്ങൾ, ആക്ഷൻസ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. 7 ഫങ്ഷൻസും പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമുക്ക് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. അപ്പോൾ
അത് പഠിക്കുക. ഞാൻ അടുത്ത് തന്നെ വീഡിയോസ് ഇടാം. ഇത് കുറച്ച് വലിയ ചാപ്റ്ററാണ് അല്ലേ, ലെങ്തി ചാപ്റ്ററാണ്. ഞാൻ കുറച്ചധികം അടുത്ത വീഡിയോയിൽ എടുക്കാനായിട്ട് ശ്രമിക്കാം. എന്തായാലും ഈ ആഴ്ചയിൽ തീർക്കണം എന്ന് കുറച്ച് കമൻറ്റ് കണ്ടു. യെസ്, നമുക്ക് എക്സാം ആവാനായി. ഞാൻ എന്തായാലും വേഗം തന്നെ തീർക്കാം കേട്ടോ. ഈ ചാപ്റ്റർ സെറ്റാക്കി തരാൻ കുഴപ്പമില്ല. നിങ്ങളതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. പക്ഷേ ഈ ഒരു പോർഷൻ ഞാൻ അടുത്ത ക്ലാസ്സിന് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഏത് പോർഷൻ? ഇവിടെ മുതലുള്ള പോർഷൻ. കാരണം അത് അടുത്തതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ അതിപ്പോൾ തന്നെ പറയണ്ടല്ലോ. കുഴപ്പമില്ല. നമുക്ക് അടുത്തത് കുറച്ച് ആക്റ്റുകളാണ്. പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം പഠിക്കാനുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം കുറച്ച് വീതം പഠിക്കുക. ഇന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വരെ നമ്മൾ പഠിച്ചു ഇല്ലേ, ഫങ്ഷൻസ് വരെ നമ്മൾ പഠിച്ചു. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയും കണ്ട് സെറ്റാക്കി വെക്കുക. അടുത്ത ക്ലാസ് മുതലേ കുറച്ചധികം ടോപ്പിക്സ് പഠിക്കാൻ റെഡി ആയിട്ട് വേണം വരാൻ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണേ. ഓക്കെ, താങ്ക്